നമസ്കാരം. 5 ആഴ്ച പിന്നിടുന്ന ഇറാൻ അമേരിക്ക സംഘർഷം ലോകത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അതീവ സങ്കീർണമായിട്ടുള്ള ഘട്ടത്തിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇറാനുമേൽ തങ്ങളുടെ സൈന്യം വലിയ വിജയം കൈവരിച്ചുവെന്ന് വൈറ്റ് ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടെങ്കിലും ഈ ഒരു പോരാട്ടം എപ്പോൾ അവസാനിക്കുമെന്ന കാര്യത്തിൽ അദ്ദേഹം കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ട്രംപിൻ്റെ വാക്കുകൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ആശയക്കുഴപ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വിജയപ്രഖ്യാപനം നടത്തുമ്പോഴും യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക തയ്യാറാകാത്തത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇറാൻ്റെ സൈനിക ശേഷിയും ആണവ സംവിധാനങ്ങളും തകർത്തുവെന്നാണ് ട്രംപിൻ്റെ അവകാശവാദം. എന്നാൽ ഈ പ്രസ്താവനകളെയൊക്കെ തന്നെ കേവലം ഒരു വാഗ്വാദമായിട്ട് കാണാൻ ഇറാൻ തയ്യാറല്ല. ട്രംപിൻ്റെ വാക്കുകൾക്കിടയിലെ അപകട സൂചനകൾ തിരിച്ചറിഞ്ഞ ഇറാൻ വരും ദിവസങ്ങളിൽ ഒരു കരയുദ്ധത്തിനുള്ള സാധ്യതയാണ് ഇവിടെ മുൻകൂട്ടി കാണുന്നത്. വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പ്രയോഗിച്ച തന്ത്രപരമായിട്ടുള്ള വാക്കുകൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുന്നറിയിപ്പാണ്. ഏതായാലും വരും ആഴ്ചകളിൽ യുദ്ധം അവസാനിച്ചേക്കാമെന്നും സൈന്യത്തെ പിൻവലിച്ചേക്കാമെന്നും അദ്ദേഹം സൂചിപ്പിച്ചെങ്കിലും അതിനിടയിലുള്ള സമയം അമേരിക്ക എന്തിനാണ് ഉപയോഗിക്കുക എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ശത്രുവിൻ്റെ സൈനിക ശക്തി പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയെന്ന് അവകാശപ്പെട്ട പ്രസിഡന്റ് ട്രംപ് ബാക്കിയുള്ള ഏതാനും ആഴ്ചകൾ കൂടി ഈ ആക്രമണം തുടരുമെന്ന് പറഞ്ഞത് ഒരു വലിയ സൈനിക നീക്കത്തിൻ്റെ മുന്നോടിയാണെന്ന് ഇറാൻ ഇവിടെ വിലയിരുത്തുന്നുണ്ട്. അമേരിക്കയുടെ അടുത്ത നീക്കം അത് ഒരു കരയാക്രമണം തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാൻ സൈനിക മേധാവി അമീർ ഹത്മി തങ്ങളുടെ സേനയ്ക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ നൽകിക്കഴിഞ്ഞു. ശത്രുവിൻ്റെ ഓരോ ചലനവും നിരീക്ഷിക്കാനും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായിരിക്കാനും അദ്ദേഹം ഇവിടെ സൈന്യത്തോടും ജനങ്ങളോടും ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഇറാൻ്റെ മണ്ണിലേക്ക് കാലുകുത്തുന്ന ഒരു ശത്രു സൈനികൻ പോലും ജീവനോടെ മടങ്ങിപ്പോകില്ലെന്ന ശക്തമായിട്ടുള്ള താക്കീതാണ് ഇറാൻ സൈനിക കമാൻഡർ ഇവിടെ നൽകിയിരിക്കുന്നത്. അമേരിക്കയുടെ ഭീഷണികളെ വെറും വാക്കായി തള്ളിക്കളയാതെ രാജ്യത്തെ സംരക്ഷിക്കാൻ തങ്ങളുടെ സൈന്യത്തെ സജ്ജമാക്കുന്നതിനൊപ്പം തന്നെ ജനകീയപരമായിട്ടുള്ള പ്രതിരോധവും ശക്തിപ്പെടുത്താനായിട്ട് ഇറാൻ ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട്. ഇറാൻ സൈനിക മേധാവികൾ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗങ്ങളിലെല്ലാം തന്നെ യുദ്ധസന്നദ്ധതയെക്കുറിച്ച് വിശദമായ വിലയിരുത്തലുകളൊക്കെ തന്നെ നടത്തുകയുണ്ടായി. വ്യോമാക്രമണങ്ങളിലൂടെ തങ്ങളെ തളർത്താമെന്ന അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും മോഹം നടക്കില്ലെന്നും ഭൂമിയിൽ നേരിട്ടുള്ള പോരാട്ടത്തിന് ഇറാൻ കാത്തിരിക്കുകയാണെന്നും സൈനിക വക്താക്കൾ അറിയിച്ചു. ട്രംപിൻ്റെ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രയേലിൽ മിസൈൽ വർഷം നടത്തിക്കൊണ്ട് തങ്ങളുടെ പ്രകടനശേഷി കുറഞ്ഞിട്ടില്ലെന്ന് ഇറാൻ ഇവിടെ തെളിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. നിലവിൽ ഇരുപക്ഷവും അതിശക്തമായിട്ടുള്ള മിസൈൽ വ്യോമ ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രയേലും സംയുക്തമായി ഇറാൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യം വയ്ക്കുമ്പോൾ തിരിച്ചടിയായി ഇസ്രയേലിലെ പ്രധാന നഗരങ്ങളിലും ഗൾഫ് മേഖലയിലെ US കേന്ദ്രങ്ങളിലുമൊക്കെ തന്നെ ഇറാൻ്റെ മിസൈലുകൾ പതിക്കുന്നുണ്ട്. ഇടക്കാലത്ത് ഗൾഫ് മേഖലയിൽ ആക്രമണങ്ങളുടെ തീവ്രത കുറഞ്ഞിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേലിൽ നടന്ന മിസൈൽ വർഷം സംഘർഷം വീണ്ടും രൂക്ഷമാക്കി. ട്രംപ് വൈറ്റ് ഹൗസിൽ തൻ്റെ പ്രസംഗം നടത്തി 15 മിനിറ്റ് തികയുന്നതിന് മുൻപേ തന്നെ ഇസ്രയേലിൽ സൈറണുകൾ മുഴങ്ങിയിരുന്നു. ഇറാൻ്റെ ആണവശേഷി തകർന്നുവെന്ന അമേരിക്കൻ വാദത്തിനുള്ള മറുപടിയായിരുന്നു ഈ മിസൈൽ ആക്രമണങ്ങളൊക്കെ തന്നെ. ഇത് സൂചിപ്പിക്കുന്നതാകട്ടെ ഇറാൻ്റെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ ഇപ്പോഴും സജീവമാണെന്ന് തന്നെയാണ്. അമേരിക്കൻ നാവികസേനയുടെ നീക്കങ്ങളും കരയുദ്ധത്തിനുള്ള സൂചനകൾക്ക് ബലം നൽകുന്നുണ്ട്. വിർജീനിയയിലെ നോർഫോക്കിൽ നിന്നും പുറപ്പെട്ട അമേരിക്കയുടെ അത്യാധുനിക വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS ജോർജ് H.W. ബുഷ് മിഡിൽ ഈസ്റ്റിലേക്ക് ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് സൈനികരെയും ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും ഒക്കെ തന്നെ വഹിക്കാൻ അതിശേഷിയുള്ള ഈ കൂറ്റൻ കപ്പൽ 10 ദിവസത്തിനകം പേർഷ്യൻ ഗൾഫിലോ അറബിക്കടലിലോ എത്തും. നിലവിൽ മേഖലയിലുള്ള USS എബ്രഹാം ലിങ്കൺ, USS ജെറാഡ് ആർ ഫോർഡ് എന്നീ കപ്പലുകൾക്കൊപ്പം തന്നെ ഈ പുതിയ കപ്പൽ കൂടി ചേരുന്നതോടെ അമേരിക്കയുടെ വ്യോമനാവിക പ്രകടനശേഷി ഗണ്യമായിട്ട് വർദ്ധിക്കും. ദൂരപ്രദേശങ്ങളിലേക്ക് അതിവേഗത്തിൽ ആക്രമണം നടത്താനുള്ള ഈ കപ്പലിൻ്റെ ശേഷി ഇറാനുമേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നതായിരിക്കും. വിമാനവാഹിനി കപ്പലുകൾക്ക് പുറമെയായിട്ട് അമേരിക്കയുടെ 82ാം എയർബോൺ ഡിവിഷനിലെ ആയിരക്കണക്കിന് സൈനികരെ കൂടി പശ്ചിമേഷ്യയിലേക്ക് വിന്യസിക്കുന്നത് കരയുദ്ധത്തിനുള്ള വ്യക്തമായിട്ടുള്ള ഒരുക്കമായിട്ട് അന്താരാഷ്ട്ര നിരീക്ഷകർ പോലും കാണുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന ട്രംപിൻ്റെ പ്രസ്താവനയെ തന്നെ ഈ സൈനിക വിന്യാസവുമായി ഇവിടെ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട്. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഏതാനും ആഴ്ചകൾ കൂടി മതിയെന്ന് ട്രംപ് പറയുമ്പോൾ ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഇറാനെ പൂർണ്ണമായിട്ട് നിശബ്ദമാക്കാനുള്ള ഒരു വലിയ സൈനിക ഓപ്പറേഷനാണ് അമേരിക്ക ഇവിടെ ലക്ഷ്യമിടുന്നത്. ഇറാനെതിരെ പരമാവധി സൈനിക സമ്മർദ്ദം ചെലുത്തി ഒരു ഒത്തുതീർപ്പിനെ പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇറാൻ്റെ ഭരണകൂടത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുകയോ ചെയ്യുകയാണ് അമേരിക്കയുടെ തന്ത്രമെന്ന് കരുതപ്പെടുന്നു.
ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർത്ത് രാജ്യത്തെ ശിലായുഗത്തിലേക്ക് മടക്കി അയക്കുമെന്ന ട്രംപിന്റെ ആ ഒരു ഭീഷണി ലോകമെങ്ങും ഇപ്പോൾ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ടെഹ്റാനിലെ നൂറ്റാണ്ട് പഴക്കമുള്ള മെഡിക്കൽ ഗവേഷണ കേന്ദ്രങ്ങളും പ്രധാനപ്പെട്ട സ്റ്റീൽ പ്ലാന്റുകളും തകർത്തുകൊണ്ട് അമേരിക്ക തങ്ങളുടെ ക്രൂരത വെളിപ്പെടുത്തി കഴിഞ്ഞു. ടെഹ്റാനെ കരാജ് നഗരവുമായി ബന്ധിപ്പിക്കുന്ന ഇറാനിലെ ഏറ്റവും വലിയ പാലമായിട്ടുള്ള ബിവൺ ബ്രിഡ്ജ് കഴിഞ്ഞ ദിവസം US സൈന്യം ബോംബിട്ട് തകർത്തു. ഈ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തകർന്ന പാലത്തിൻ്റെ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ട്രംപ് നടത്തിയ പരാമർശങ്ങളൊക്കെ തന്നെ അത് വരും ദിവസങ്ങളിൽ വൈദ്യുതി നിലയങ്ങൾ ഉൾപ്പെടെയുള്ള ജനകീയ ആവശ്യങ്ങൾക്കുള്ള കേന്ദ്രങ്ങൾ കൂടി തകർക്കുമെന്ന ഒരു സൂചനയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ സൈനിക നീക്കങ്ങളെ നേരിടാൻ ഇറാൻ ഒരുക്കുന്നത് ജനകീയ പ്രതിരോധത്തിൻ്റെ വലിയൊരു മതിലാണ്. ഇറാൻ പാർലമെൻറ്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖലീബാവിൻ്റെ വാക്കുകൾ ഇതിലേക്ക് ഏറെ വെളിച്ചം വീശുന്നതാണ്. രാജ്യത്തെ 70 ലക്ഷത്തോളം ജനങ്ങൾ ഇപ്പോൾ തന്നെ ആയുധമെടുത്ത് പോരാടാനായിട്ട് സജ്ജമാണെന്നാണ് അദ്ദേഹം ഇവിടെ അവകാശപ്പെടുന്നത്. യുദ്ധം മുറുകിയാൽ ഇറാനിലെ ഓരോ സാധാരണ കുടുംബവും അമേരിക്കയ്ക്കെതിരെ ആയുധമേന്തും. കുഞ്ഞുങ്ങളെപ്പോലും തങ്ങളുടെ മണ്ണ് സംരക്ഷിക്കാനായിട്ട് യുദ്ധരംഗത്തേക്ക് ഇറക്കുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇറാൻ ഈ യുദ്ധത്തെ ഒരു അതിജീവന പോരാട്ടമായിട്ടാണ് കാണുന്നത് എന്നത് വ്യക്തമാക്കുന്നു. കേവലം ഒരു സൈനിക വിജയത്തിനപ്പുറമായിട്ട് തങ്ങളുടെ സ്വത്വവും അതോടൊപ്പം തന്നെ രാജ്യവും സംരക്ഷിക്കുക എന്നതാണ് ഇറാൻ്റെ ലക്ഷ്യം. യുദ്ധത്തിന് തൊട്ടു മുൻപ് വരെ ഇറാനിൽ ഭരണകൂടത്തിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നുവെന്നത് വാസ്തവമാണ്. സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ വിയോജിപ്പുകളുമൊക്കെ തന്നെ കാരണം തെരുവിലിറങ്ങിയ ജനത എന്നാൽ വിദേശ ശക്തികൾ രാജ്യത്തെ ആക്രമിക്കാനായിട്ട് തുടങ്ങിയതോടുകൂടി ഭരണകൂടത്തോടൊപ്പം തന്നെ ഒന്നുചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ജനറൽ സുലൈമാനിയുടെ വധത്തിന് ശേഷം അമേരിക്കയോടുള്ള പ്രതികാരം ഇറാൻ ജനതയുടെ വൈകാരികമായിട്ടുള്ള ഒരു ആവശ്യമായി ഇവിടെ മാറിയിരിക്കുകയാണ്. അതിനാൽ തന്നെ ആയുധമേന്തിയ ജനകീയ കുടുംബങ്ങൾ എന്നത് ഒരു ഭീഷണിയല്ല, മറിച്ച് യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഒരു പ്രതിരോധ നീക്കം തന്നെയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ജനകീയ പ്രതിരോധം അത് വലിയൊരു കീറാമുട്ടിയായിട്ട് മാറുന്നതായിരിക്കും. ഇറാൻ്റെ ഭൂപ്രകൃതിയും അമേരിക്കൻ സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഒരു കരയുദ്ധം ആരംഭിച്ചാൽ അമേരിക്കയ്ക്ക് അവിടെ എത്രത്തോളം മുന്നേറാനായിട്ട് കഴിയുമെന്നത് തീർച്ചയായിട്ടും സംശയകരമാണ്. ഇറാനിലെ വിശാലമായിട്ടുള്ള മരുഭൂമികളും മലനിരകളും വിദേശ സൈന്യത്തിന് അപരിചിതവും അതോടൊപ്പം തന്നെ അപകടം നിറഞ്ഞതുമാണ്. മലമടക്കുകളിൽ ഒളിഞ്ഞിരുന്നും ഗറില്ല യുദ്ധമുറകളൊക്കെ തന്നെ സ്വീകരിച്ചും ഇറാൻ സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. സൈനികർക്ക് ഒളിഞ്ഞിരിക്കാനും ആയുധങ്ങളൊക്കെ തന്നെ സംഭരിക്കാനും അനുയോജ്യമായിട്ടുള്ള ഈ ഭൂപ്രകൃതിയാണ് കരയുദ്ധത്തിന് ഒരുങ്ങാനുള്ള ഇറാൻ്റെ ആത്മവിശ്വാസം ഇവിടെ വർദ്ധിപ്പിക്കുന്നത്. ഈ തന്ത്രപരമായിട്ടുള്ള മുൻതൂക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയെ ഒരു ചതിക്കുഴിയിൽ വീഴ്ത്താനാണ് ഇറാൻ ഇവിടെ പദ്ധതിയിടുന്നത്. ഇസ്രയേലും അമേരിക്കയും ചേർന്നുകൊണ്ട് നടത്തുന്ന സംയുക്ത ആക്രമണങ്ങൾ മേഖലയിലാകെ ഇപ്പോൾ വലിയ ആശങ്ക പടർത്തുന്നുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാത്രം ഇറാൻ ഏകദേശം 20 ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. ആക്രമണത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിച്ചതായിട്ട് ഇസ്രയേൽ പ്രതിരോധ സേനയും സമ്മതിക്കുന്നുണ്ട്. ഇസ്രയേലിൻ്റെ പല നഗരങ്ങളിലും അപായ സൈറണുകളൊക്കെ തന്നെ മുഴങ്ങുന്നത് ജനങ്ങളെ വലിയ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. വടക്കൻ ഇസ്രയേലിലെ അപ്പർ ഗലീലി മേഖലയിൽ റോക്കറ്റ് ആക്രമണ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനായിട്ട് അധികൃതർ ആവശ്യപ്പെട്ടത് ഈ യുദ്ധം അത് എത്രത്തോളം സാധാരണക്കാരെ ബാധിക്കുന്നുവെന്നതിന് വ്യക്തമായിട്ടുള്ള ഒരു തെളിവാണ്. ഹോർമുസ് കടലിടുക്ക് തടസ്സപ്പെടുത്തിയാൽ ഇറാനെ സാമ്പത്തികമായിട്ട് തകർക്കുമെന്ന ട്രംപിൻ്റെ മുന്നറിയിപ്പ് അത് ആഗോള എണ്ണ വിപണിയെയും ഇവിടെ ബാധിച്ചിട്ടുണ്ട്. ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതകളിൽ ഒന്നായിട്ടുള്ള ഹോർമുസ് അടഞ്ഞാൽ ആഗോളതലത്തിൽ തന്നെ എണ്ണവില കുതിച്ചുയരുന്നതായിരിക്കും. ഇത് ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ താളം തെറ്റിക്കും. തൻ്റെ ഭീഷണിയിലൂടെ ഇറാനെ സമ്മർദ്ദത്തിലാക്കാമെന്ന് ട്രംപ് കരുതുന്നുണ്ടെങ്കിലും തങ്ങളുടെ സമ്പദ് വ്യവസ്ഥ തകർന്നാലും ശത്രുവിനെ കീഴടങ്ങാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ ഭരണകൂടം. ഊർജ്ജ മേഖലകൾ കൂടി ഇവിടെ ലക്ഷ്യം വെച്ചാൽ അത് ഇറാനിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുമെങ്കിലും പ്രതിരോധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് അവർ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. US ഇസ്രായേൽ സഖ്യത്തിൻ്റെ നീക്കങ്ങൾ അത് കേവലം സൈനികമായിട്ടുള്ള ഒന്നല്ല, മറിച്ച് ഇറാനെ രാഷ്ട്രീയമായിട്ട് സാമൂഹികമായിട്ട് തകർക്കാനുള്ള ഒന്നാണെന്ന് പശ്ചിമേഷ്യൻ നിരീക്ഷകർ പോലും ഇവിടെ കരുതുന്നു. എന്നാൽ ഇത്തരം ബാഹ്യ ഇടപെടലുകൾ ഇറാനിലെ വിവിധ ജനവിഭാഗങ്ങളെ ഒന്നിപ്പിക്കാനാണ് ഇവിടെ സഹായിച്ചിരിക്കുന്നത്. ഇറാൻ ഭരണാധികാരികൾ നേരത്തെ വ്യക്തമാക്കിയതുപോലെ തങ്ങളുടെ ലക്ഷ്യം ഒരു യുദ്ധം ജയിക്കുക എന്നതിലുപരിയായിട്ട് രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ്. ഇതിനായിട്ട് ഏത് വലിയ വില കൊടുക്കാനും അവർ തയ്യാറാണ്. സായുധ പോരാട്ടത്തിന് സന്നദ്ധരായി നിൽക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ അമേരിക്കൻ സൈനിക നീക്കത്തിന് വലിയ പ്രതിബദ്ധമാകും എന്നത് ഇവിടെ തർക്കമില്ലാത്ത കാര്യമാണ്. വരാനിരിക്കുന്ന ആഴ്ചകൾ അത് ലോക ചരിത്രത്തിൽ തന്നെ ഏറെ നിർണായകമായി മാറിയേക്കാം. അമേരിക്ക തങ്ങളുടെ ശക്തി ഉപയോഗിച്ച് ഇറാനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഒരു വലിയ ജനതയുടെ അതിജീവന പോരാട്ടത്തിനാണ് ലോകം ഇവിടെ സാക്ഷ്യം വഹിക്കാനായിട്ട് പോകുന്നത്.
2 3 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാം അവസാനിക്കുമെന്ന് ട്രംപ് പറയുമ്പോഴും അതൊരു പുതിയ യുദ്ധത്തിൻ്റെ തുടക്കമാകുമോ എന്ന ഭയത്തിലാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ. ഒരു ഒത്തുതീർപ്പ് ചർച്ചകൾക്കും തയ്യാറാകാത്ത ഇരുപക്ഷവും പരമാവധി പ്രഹരം ഏൽപ്പിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഈ ഒരു സാഹചര്യം അത് പശ്ചിമേഷ്യയെ ഒരു വലിയ മാനുഷിക ദുരന്തത്തിലേക്ക് തള്ളിവിടുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടതുള്ളത്. ചുരുക്കത്തിൽ ട്രംപിൻ്റെ വാർത്താ സമ്മേളനം ഒരു സമാധാന പ്രഖ്യാപനമല്ല, മറിച്ച് കരയുദ്ധത്തിനുള്ള ഒരു ആമുഖമായിട്ടാണ് ഇറാൻ ഇവിടെ കാണുന്നത്. അമേരിക്കയുടെ സൈനിക വിന്യാസവും ഇറാൻ്റെ ജനകീയ പ്രതിരോധവും തമ്മിലുള്ള ഈ പോരാട്ടം അതീവ ഭീകരമായിരിക്കും. ശത്രുക്കൾ അപമാനിതരായിട്ട് കീഴടങ്ങുന്നതുവരെ പോരാടുമെന്ന ഇറാൻ സൈന്യത്തിൻ്റെ നിലപാടും ഇറാനെ തകർക്കുമെന്ന അമേരിക്കയുടെ വാശിയും ഈ മേഖലയെ വെടിമരുന്നിന് തീ പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ആക്കിയിരിക്കുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളാകട്ടെ ലോകത്തിൻ്റെ തന്നെ ഒരു ഗതി മാറ്റിമറിക്കാൻ ശേഷിയുള്ളവയായിരിക്കും.